സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണല്ല. ഇനിയിപ്പം നോമ്പറക്കുമ്പോത്തിന് എന്താ ഉള്ളത്? പഞ്ചാരില്ല, ചായപ്പൊടി ഇല്ല, മുളക് പൊടി ഇല്ല, മഞ്ഞപ്പൊടി, ഒരു സാധനം ഇല്ല. റബ്ബ്, എന്താ ഇന്നിപ്പോ കാട്ടല്? മോളെ, നീ മോളെ, ഈ എന്താ അവിടെ കാട്ടല്? ഇവിടെ ഒന്ന് വാ. എന്താ റബ്ബ് ചെയ്യ? ആരോടാ ചോദിക്കല്? എന്താ അമ്മ? ഞാൻ അൽമാരയിലുള്ള ഡ്രസ്സൊക്കെ ഒന്ന് മടക്കിയൊക്കെന്ന്. എന്തിയാ അത്? മോളെ, നമ്മളെ പെരത്തെ എല്ലാ സാധനങ്ങളും കഴിഞ്ഞിക്കണം. ഒരു തുള്ളി ചായ ഉണ്ടാക്കണമെങ്കിൽ പോലും ഒരു തുള്ളി ചായപ്പൊടി ഇല്ല, പഞ്ചാരില്ല, എല്ലാതും കഴിഞ്ഞിക്കണം. ഒരു മുതലും ഇല്ല. അരി മാത്രം ഇരിക്കണം. പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടണതും വല്ലാതെ ഒരു ഇതില്ല നമുക്ക്. ഉമ്മാൻ്റെ കുട്ടിയെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരുമോ? നമുക്ക് പൈസ കിട്ടിയിട്ട് കൊടുക്കാന്ന് പറയാം അവരോട്. ഇമ്മ, ഇന്നലെ പഞ്ചാര കഴിഞ്ഞിക്കണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞയച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? ഇനി ഇവിടുന്ന് സാധനം തരൂല, കടോ അവിടെ കൊടുക്കാനുള്ള പൈസ കൊടുത്തതിന് ശേഷം മാത്രം സാധനത്തിന് ചെന്നാൽ മതി എന്നല്ലേ? ആ സ്ഥാനത്ത് ഇന്ന് നമ്മൾ സാധനത്തിന് പോയിട്ടുണ്ടെങ്കിൽ ചീത്ത പറയല്ലോ അവര് ചെയ്യാ, അല്ലെങ്കിലും അവർക്കൊരു എതിർപ്പുണ്ട് സാധനം തരാന്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യ മോളെ? നോമ്പറക്കുമ്പോത്തിന് ഒരു വക ഉണ്ടാക്കാൻ ഇവിടെ സാധനങ്ങളില്ലല്ലോ. നേരെ ഇപ്പം കണ്ടാവും ചെയ്യും. ഈ അന്തിയോളം നോമ്പ് നോറ്റിട്ട് പിറക്കുന്ന സമയത്ത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാല് എത്ര ദിവസമായി നമ്മൾ ഈ ചോറന്നെ വെച്ച് തിന്നണത്. ആ ഇമ്മേ, പണിയെടുത്തിന്ന് പെരയിലൊക്കെ ഒന്ന് പോയോക്കട്ടെ, ചിലപ്പോ അവിടുന്നൊക്കെ എന്തെങ്കിലും തന്നാലാ. എന്നമ്മ നമ്മൾ ഈ ദുരിതങ്ങളൊക്കെ മാറുക? പടച്ചോൻ വലിയോനല്ലേ മോളെ, എന്തെങ്കിലുമൊക്കെ വഴി ഇല്ലാതിരിക്കൂല. അപായ മാറ്റണ ഇമ്മ ഇന്ന് പോയോക്കിട്ടേ വേഗം വരട്ടാ. ഇനിയിപ്പൊ തന്നെ മതിയില്ല, അപായം ഒന്നും മാറ്റണ്ട. ഇജ് വേഗം അടിക്കലും തുടക്കലൊക്കെ കണ്ടേ ചെയ്ത് വെക്കുടിഞ്ഞ് വെറുതെ ഇരുന്ന് കണ്ടേ നേരം കഴിച്ചുവിട്ടാ നിക്കണ്ട. ഞാൻ വരുമ്പോത്തിന്, ഞാൻ വെയില് ചൂടാകുമ്പോത്തിന് ഞാൻ വരാം. ഇനി വേഗം നോക്കിട്ടാ, പണിയൊക്കെ എടുക്കാൻ നോക്കൂടും. ഇനി ഞാൻ മടക്കി വെച്ചിങ്ങാണ്ട് അടിച്ചൊരു തുടക്കാൻ ചിലപ്പോ എന്തെങ്കിലും തന്നൂടാ ഇല്ല. ഓരോന്നും പണിയില്ലാന്നുണ്ടെങ്കിലും നമ്മളവിടെ പണിയെടുത്തിന്നല്ല, നന്ദി പോർക്കില്ലാതിരിക്കൂലല്ല. നമ്മ പോയോക്കിട്ട് മേം വരട്ടാ. ഇനി കുഴപ്പമൊന്നുമില്ല മാക്സിക്ക്? സൈനാത്താ, സൈനാത്താ, ഇവിടെ ഇല്ലല്ലേ കാണാലോ അടുക്കളയിൽ എപ്പോഴും. സൈനാത്താ, ഇമ്മ ഇവിടെ ഇല്ലത്താ. ഇമ്മ പണിയെടുത്തീന്നേ പെരകൾക്കൊക്കെ ഒന്ന് പൊയ്ക്കാണ്. ഇമ്മാക്ക് നോമ്പായതിന്റെ ശേഷം പണിയില്ല മോളെ. മറ്റേത് പണി കഴിഞ്ഞ് വരുമ്പോൾ ഇന്റെ അടുത്ത് കണ്ട് കയറലുണ്ട്. ഇപ്പൊ വൈക്കൊന്നും കാണലന്നെ ചെയ്യാ. നോമ്പായതിന്റെ ശേഷം തീരെയും കണ്ടിട്ടില്ല. അപ്പൊ പണിയില്ല ഇമ്മാക്ക്? ഇല്ല, ഇമ്മാക്ക് നോമ്പിന് പണിയില്ല. ഇമ്മ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ ഒക്കെ ഒന്ന് പോയോക്കിട്ട് വരാന്ന് പറഞ്ഞ് പോയതാണ്. അപ്പൊ മോളെ, നിങ്ങൾ നോമ്പ് തുറക്കുമ്പോ എന്താ ഉണ്ടാക്കല്? ഞങ്ങള് ചോറ ഉണ്ടാക്കലെത്താ, പിന്നെ വല്ല താളിപ്പ് എന്തെങ്കിലും ഉണ്ടാക്കും. ഞങ്ങൾ നോമ്പ് തുറക്കാനിച്ചിട്ട് ഒന്നും ഉണ്ടാക്കലില്ല അങ്ങനെ. ഇപ്പുള്ള കാലത്തേന്ന് ഞങ്ങൾ നല്ലപോലെ നോമ്പൊക്കെ തുറന്നത്. ഇത്ത, ഞാനീ പറഞ്ഞൊന്നും ഉമ്മാനോട് പറയരുത് കേട്ടോ. ഇമ്മ ചീത്ത പറയും. പട്ടിണി ആയാലും ആരോടൊന്നും പറയരുതെന്നാണ് ഉമ്മ പറഞ്ഞിരിക്കണത്. ഇല്ല മോളെ, ഇത്ത പറയില്ല. ഇന്നത്ത പോട്ടെ, ഉമ്മ വന്നതിന്റെ ശേഷം വരണ്ട്. ഈ ഉമ്മ വന്ന പറയോണ്ടി കേട്ടോ ഞാൻ വന്നീന്നുള്ളത്. ആ വൈക്കൊന്നും ഇപ്പൊ അങ്ങോട്ട് കാണലന്നെ ഇല്ല. അവിടുത്തെ ഉമ്മയുണ്ട് ഇങ്ങനെ ചോദിക്കുന്നത്, സൈനാത്താൻ ഈ വൈക്ക് കാണലില്ലല്ലോ എന്നുള്ളത്. ഉമ്മ വന്ന പറയട്ടെ മോളെ, എന്നാ ഞാൻ പോയി. ആ പഠിച്ചവനൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ സൈനാത്ത് അങ്ങനത്തെ വർത്താനം ഒന്നും അവിടെ വരുമ്പോ പറിച്ചില്ലല്ലോ. ഈ പെണ്ണിപ്പോ അത് എവിടേക്കാ പോയത്? ഞാൻ കുളിക്കാൻ കയറുന്ന വരെ ഓള് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ഓളൊരു പൊടി പോലും ഇവിടെ കാണാം. ഈ എവിടേക്കാ ഇപ്പൊ പോയത്? ഈ സൈനാർക്കേറ്റ പോയോ? ആ, എവിടേക്കാച്ച് പോയിന്നത്? സെക്യൂർ വിളിച്ചീന്ന്, ഓൻ പൈസ അയച്ചാൽ കിട്ടിയോന്ന് ചോദിച്ചിട്ട്. ഞാൻ സൈനാത്തടക്ക് പോയതേന്നേ. ഇമ്മക്ക് പറഞ്ഞൂടാ അതിന് പൈസ കിട്ടിന്നുള്ളത്? അതൊക്കെ ഞാൻ പറഞ്ഞിക്കണ്. അല്ല, സൈൻ എന്താ പറഞ്ഞത്? ഓളെ ഈ വൈക്കിപ്പോ കാണില്ലല്ല. ഇത്ത അവിടെ ഇല്ലമ്മ. ഇത്താന്റെ മോളെ ഉണ്ടായിരുന്നത്. ഇത്ത അവിടെ പണിയെടുക്കണേക്കോ പൊയ്ക്കാ തോന്നണ്. പണിയെടുത്തിന്ന് ഏതോ സ്ഥലത്തേക്ക് പൊയ്ക്കാ തോന്നണ്. അവിടെ മുയി പട്ടിണിയാണ് ഉമ്മ. അവിടെ ഒന്നും ഉണ്ടാക്കലില്ല നോമ്പറക്കുമ്പോത്തിനൊന്നും. എനിക്ക് എന്തോ കേട്ടിട്ട് ഭയങ്കര സങ്കടമ്മ. സൈനാത്താന്റെ ഒക്കെ മരിച്ചപ്പോഴേ അതിന്റെ ഉള്ളിൽ സുഖം പോയി. അയാൾ ഉണ്ടായി നന്നായി അവരൊരു പട്ടിണി അറിഞ്ഞുണ്ടായിരുന്നില്ല. പണിക്ക് പോയിരുന്ന അത് മരിച്ചതിന്റെ ശേഷം പണിക്കൊക്കെ കൊടുത്തിയത്. മോളെ പഠിപ്പും കാര്യങ്ങളും ഒക്കെ പാടെ ആകെ തൊലഞ്ഞിക്കണ് തോന്നണം. ഇന്നിപ്പോ പണിയെടുത്തിരുന്ന സ്ഥലത്തേക്ക് പൊയ്ക്കണ തന്നെ
പൈസ എന്താ ചോദിക്കാനാ തോന്നണം. അവിടെ ഒരു സാധനങ്ങളില്ല എന്നൊന്നും മോളെ വർത്താനത്തിൽ നിനക്ക് മനസ്സിലായതാണ്. അല്ലേലേ ഉണ്ടായി നന്നേ ഓൾക്ക് എന്തിനൊരു കുറവുണ്ടായിരുന്നത്? ഒന്നിനൊരു കുറവുണ്ടായിരുന്നില്ല. ഒരു ഡ്രസ്സിനോ ഒരു തിന്നാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അവരാരെ തോണ പോയിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ കഴിയും. എല്ലാരും അവസ്ഥ ആയാലും അങ്ങനെ. ഇമ്മ നമുക്ക് ഇക്കയച്ച പൈസേന്നേ നമുക്ക് ഈ ഒരു മാസത്തിനുള്ള സാധനങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുത്താലാ. നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്ത എവിടെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്ത അങ്ങോട്ട് പോവും. വല്ല കല്യാണ പണിക്കോ വീട്ടു ജോലിക്കോ എന്തിനാലും ഇത്ത പോവും. ഈ ഒരു മാസത്തിനുള്ള സാധനം വാങ്ങാനുള്ള പൈസ നമുക്ക് അങ്ങോട്ട് കൊടുത്താലേ സാധനം വാങ്ങിക്കൊടുക്ക, പൈസ കൊടുക്കണ്ട, വാങ്ങിക്കൊടുത്താലമ്മ. ഞാൻ ഈ കാര്യം എന്നോട് പറയാൻ നിൽക്കേന്ന്. ഇജിപ്പോ ഏതായാലും ഇജ കടയൊക്കെ വിളിച്ചാണ്ട് ഒരു മാസത്തിനുള്ള സാധനം കണ്ട് ഓളെ പെരേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ. അല്ലാതെ ഇപ്പൊ ഒരു മാർഗം ഇല്ല. ഇജ് പറഞ്ഞ മാതിരി പൈസ കൊടുക്കണ്ട. പൈസ കൊടുക്കണ കാടി നല്ലതാണ് തിന്നാനുള്ള സാധനങ്ങൾ മേടിച്ചെടുക്കണ, ഡ്രസ്സ് എടുക്കാൻ എന്തെങ്കിലും പൈസ കൊടുക്കാം നമുക്ക്. അയൽവാസി അവിടെ പട്ടിണി കൊടുക്കുമ്പോഴേ നമ്മളിവിടെ കൊസിയിലിരുന്ന് തിന്നണതേ അത്ര നല്ല കാര്യമൊന്നുമില്ല. ആർക്കാപ്പ അതൊക്കെ ദഹിക്കുക? ഈ കണ്ണിച്ചോറുള്ള ആർക്കും ദഹിക്കൂല. ഇന്നെ കൊടൊന്നും കഴിയൂല അതൊന്നും നോക്കിയിരിക്കാൻ. ഇജേ പറഞ്ഞ പോലെ ആ സാധനങ്ങളൊക്കെ ഒന്ന് അവിടെ എത്തിക്കാൻ നോക്കാൻ പറയും കടക്കാരനോട്. വേഗം നോമ്പറക്കുമ്പോത്തിന് തന്നെ. ഇതന്നെയായിരിക്കും ഓൾ ഈ വൈക്കൊന്നും കണ്ടിട്ട് തന്നെ അല്ല. ഈ നോമ്പായതിന്റെ ഷോളം ഇങ്ങോട്ട് കണ്ടിട്ട് തന്നെ ഇല്ല. മനസ്സിൽ വേജാറാണ്ടാവേ. അല്ലെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മളോട് വന്ന് പറയണല്ലേ. അല്ലെങ്കിലും ഇതൊന്നും പറയില്ല കേട്ടോ. പട്ടിണി എടുക്കണത് ഇല്ലായ്മ ഒന്നും ഓള് ഇതേരായിട്ട് പറഞ്ഞിട്ട് ഓളെ വേറെ കുറെ സങ്കടങ്ങൾ പറയാന്നല്ലാതെ എന്താ ചെയ്യാപ്പോ. ഇക്കാന്നുണ്ടെങ്കിൽ ഓളൊന്ന് പോയി കാണണമെന്നുണ്ട്. എവിടെ മനസ്സിന്റെ ഈ മുട്ടും കാലിട്ട് ഒരു നടി നടക്കാൻ വെച്ച ഉള്ള മരുന്നും കോപ്രായങ്ങളൊക്കെ കുടിച്ചും മടുത്ത് മനസ്സിന്. എന്തായാലും ഉമ്മാന്റെ കുട്ടി പറഞ്ഞ കാര്യം ചെയ്യ പോയിട്ട്. എന്ത് വെയിലാണ്. കോഴിക്കോട് തുറന്നിട്ടിട്ട് ഈ ഓള് എന്താ കുട്ടിയച്ചി ഈ കോഴിക്കോട് തുറന്നിടാഞ്ഞേ? മറ്റേന് തുറന്നിട്ടില്ല, ഇതിനാണെങ്കിൽ തുറന്നിട്ടിട്ടില്ല. ചൂട് കാരണം ഒരു വൈക്ക് ഇറങ്ങാൻ വെച്ചു. എന്ത് ചൂടാണ് മോളെ. മനസ്സിൽ മോളെ പെണ്ണവിടെ എന്താ ഇമ്മ കിട്ടിയാ? എവിടുന്ന് മോളെ? എല്ലാരോടെയും പോയി. ഉമ്മ 3 പേരേല് പണിയെടുക്കണല്ലേ. ഒരാൾക്കും കണ്ടോരെ കണ്ട സ്വഭാവം ഒരു കാട്ടണില്ല. ഓരോ പറച്ചില് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ഇല്ല മോളെ ഓർക്ക്. അങ്ങനത്തെ വർത്താനാണ് ഓരോ പറയണത്. ഇനി എന്തമ്മ നമ്മൾ ചെയ്യല്? എനിക്കറിയില്ല മോളെ എന്താ കാട്ടുക എന്നുള്ളത്. പേരന്റെ വാടക ആണെങ്കിൽ മുടങ്ങി കിടക്കണം. അയാൾ ഇപ്പൊ വരും അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. വാടക എവിടെയെന്ന് വെച്ചും കണ്ട് അയാൾക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം തെറ്റാൻ പറ്റൂല. തെറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരുചായി വർത്താനം പറയും. എന്താ കാട്ടുകയെന്നൊരു പിടുത്തമില്ല. മോള് വിഷമിക്കണ്ട, പടച്ചോൻ വലിയവനല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണാതിരിക്കൂല. ഉമ്മ പോയിട്ട് കുറച്ചേരം കെടുക്കട്ടെ. വെയ്ക്കണില്ല, ചായ കുഴക്ക് വെറുതെ അത് വെറ്റം പോയി. എന്താ ചെയ്യാ? എന്ത് വെയിലാന്നറിയ, പുറത്തേക്ക് ഇറങ്ങാനും പറ്റണില്ല. ഈ നോമ്പിനൊക്കെ വല്ല പെരയിലും പണിയിട്ടാണെങ്കിൽ അവിടേക്കെങ്കിലും പോയിന്നത്, അതും ഇല്ലാതായില്ലേ. ഒന്ന് പോയി കെടുക്കട്ടെ. മേലും കൈയൊക്കെ വേനായിട്ട്. ഇത്ത പണിയൊക്കെ ഒരുങ്ങിയാ? ഇന്നെന്താ നോമ്പ് തുറക്കാന്? ഇവിടെ വന്നീന്നില്ലേ നേരത്തെ? മോള് പറഞ്ഞേ പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല, പണിയൊക്കെ അത് എടുക്കാൻ പോണോളൂ. ഞാൻ ചോറ് വെക്കാൻ കരുതിയേ. ഇന്നലത്തെ ലേസം ചോറ് ബാക്കിയുണ്ടേനു, ആയിക്കൂടെ ലേസം കൂടി അരി ഇട്ടിങ്ങാണ്ട് വേവിക്കാന്ന്. എന്നും ഈ കടി ആവുമ്പോളേ മോൾക്ക് പറ്റണേ. ഓള് പറയാണ് എന്നും അങ്ങനെ ഈ കടി ഉണ്ടാക്കാൻ നിക്കണ്ട, കിടക്കും തലക്കൊന്ന് ചോറ് തിന്നാന്നുള്ളത്. എന്നും ഈ കടി ആവുമ്പോ തിന്നാനും കഴിയൂലേ. എന്തിനാ അത്തങ്ങള് ഞങ്ങളോട് ഇങ്ങനെ മറക്കണത്? ഉള്ള കാര്യം ഞങ്ങളോട് തുറന്നു പറഞ്ഞുകൂടായിന്നാ. ഞാൻ നേരത്തെ വന്നപ്പോഴേ മോളോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളത്. ഇത് ഞങ്ങൾ അത്രക്ക് അന്യരായിട്ടാണ് കാണുന്നത്. ഞാൻ എടുത്ത കടയിൽ ഒരു മാസത്തിനുള്ള സാധനം പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്കാർ ഇങ്ങോട്ട് കൊടുന്ന് വെച്ചേരും. അതുകൊണ്ട് വേങ്ങി വെച്ചാണ്ട് നിങ്ങൾ ഇങ്ങനെ അന്യരായി കാണരുത് കേട്ടോ. ഞങ്ങളെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതല്ലേ. പക്ഷെ ഈ കാര്യങ്ങൾ മാത്രം എന്തെങ്കിലും ഞങ്ങളോട് പറയാഞ്ഞത്. പിന്നെ ഇത് കുറച്ച് പൈസയാണ്. ഇത് നിങ്ങളും മോളും കൂടി ഡ്രസ്സ് വാങ്ങിക്കാണ്ടി പെരുന്നാക്ക്. ഈ ഒരു മാസത്തിനെ ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ.
മോളെ ഞാൻ എന്തെന്നപ്പോ പറയാ, വിശ്വസിക്കാൻ പറ്റണില്ല. സത്യം പറഞ്ഞാല് ഇവിടെ ഒന്നുമില്ല മോളെ. രാവിലെ ഞാൻ പോയതന്നെ അവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട്. പിന്നെ എല്ലാരോടും ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ്ടാച്ചിട്ട് ഞാൻ മോളോടൊന്നും പറയാഞ്ഞത്. ഇതിപ്പോ ഇതൊക്കെ വിശ്വസിക്കാനും പറ്റണില്ല. ഞാൻ പോട്ടത്തായിത്ത വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. പടച്ചൻ വലിയോനല്ലേ. ഒരു വഴി അടക്കുമ്പോഴേ ഒരു വഴി നമുക്ക് എന്തായാലും തുറന്നു തരും. ഞാൻ പോട്ടെ. നോമ്പ് ഇറക്കുമ്പോഴേ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉമ്മാക്ക് എങ്ങനെ ആയാലും ഒറ്റക്ക് കഴിയില്ല. നിങ്ങൾക്ക് അറിയില്ല ഉമ്മാന്റെ കാലുവേദന. ഞാൻ ഒന്ന് പോയിട്ടോ. വിശ്വസിക്കാൻ പറ്റണില്ല. ഈ മാസം മുഴുവൻ ഞാൻ പട്ടിണി കിടക്കുന്ന കരുതിയത്.